അത് ഖുർആന് വിരുദ്ധമായി ഒരിക്കലും വരില്ല. അപ്പോൾ ഖുർആന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളണം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇകഴ്ത്തലല്ലേ. നബി സല്ലല്ലാഹു അലൈഹി അമ്പിയാക്കന്മാരെ ഇകഴ്ത്തിയതിന് ഇവർക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അമ്പിയാക്കന്മാർ പാപസുരക്ഷിതരാണെന്ന് നമ്മൾ വിശ്വസിക്കണം. അവർ നുബുവത്തിൻ്റെ മുമ്പും നുബുവത്തിൻ്റെ ശേഷമൊക്കെ അവരിൽ നിന്നൊരു സഗീറത്ത് പോലും ഉണ്ടാവാൻ പാടുള്ളതല്ല. വലു സൗവൻ അത് മറന്നുകൊണ്ടുണ്ടാവാൻ പാടുള്ളതല്ല എന്നാണ് മുഹഖിഖീങ്ങളാവുന്ന അയിമ്മത്തിൻ്റെ പക്ഷം. ഇവർ പറയുന്ന അമ്പിയാക്കന്മാരിൽ തെറ്റുണ്ടാവാം, മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയണ ഒരു വിഭാഗമുണ്ട് അവരുടെ കൂട്ടത്തിൽ. അപ്പം എന്തോ ആവട്ടെ. അപ്പം ഖുർആന് വിരുദ്ധമായി വരുന്ന ഹദീസുകളെ തള്ളണം. ഖുർആന് ഹദീസുകൾ വിരുദ്ധമായി വരില്ല. ഖുർആൻ്റെ വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളാണ്. അപ്പോൾ ഖുർആനിൽ വളരെ വ്യക്തമായി പറയപ്പെട്ട സംഗതികളുണ്ടോ, ഖുർആനിൽ അവ്യക്തമായി പറയപ്പെട്ടതുണ്ടോ, ഖുർആനിൽ സൂചനപരമായി പറയപ്പെട്ടു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവ്യക്തമായി പറയപ്പെട്ടതിനെയും അല്ലെങ്കിൽ സൂചനപരമായി പറയപ്പെട്ടതിനൊക്കെ, അല്ലെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചനകൾ നൽകിയിട്ടുണ്ടാവും. ഹദീസുകളിൽ സ്വഭാവങ്ങൾ അങ്ങനെ തന്നെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ അള്ളാഹുവിൻ്റെ വിശുദ്ധമാവുന്ന കലാമാവുന്ന അള്ളാഹുവിൻ്റെ ഖുർആനിയാവുന്ന ഈ ആയാത്തുകൾ ഇത് ദീനിൻ്റെ അടിസ്ഥാനങ്ങളാണ്. പക്ഷേ ആ അടിസ്ഥാനങ്ങളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുൻതും ലാ തഅലമൂൻ. എല്ലാം നിങ്ങൾക്ക് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ കഴിയൂലത്. അതുകൊണ്ടാണ് മഹാന്മാരാവുന്ന അയിമ്മത്ത് മുജ്തഹിദീങ്ങളാവുന്ന അയിമ്മത്ത് മശായിഖന്മാരോട് ചോദിച്ച് അവർക്കുള്ളതായ അഭിപ്രായങ്ങൾ കൂടി വിലയിരുത്തിക്കൊണ്ട് മാത്രമേ വിശുദ്ധ ഖുർആനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ.